പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ സുഹൃത്തായിട്ടൊന്ന് ഒരു യാത്ര പോവുകയായിരുന്നു. യാത്ര പോകുന്നതിനിടയ്ക്ക് ഞങ്ങളെ രണ്ടുപേരുടെയും കൂട്ടുകാരനെ ഒന്ന് കണ്ടുമുട്ടി. അദ്ദേഹത്തോട് കുറച്ചു നേരം കുശലം പറഞ്ഞ് ആ പറയുന്നതിനിടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ ഒന്ന് പരിഹസിച്ചു. ചെറുതായും മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തേച്ച് കളഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടരുകയാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ വളരെ നിശബ്ദനായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കത് മനസ്സിലായി, അദ്ദേഹം നിങ്ങളെ പരിഹസിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി, അതൊന്നും കാര്യമാക്കണ്ട, ഞാനത് പറഞ്ഞതൊന്നൊരു വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും അദ്ദേഹം ആ പഴയ പെർഫോമൻസിലേക്ക് തിരിച്ചു വരുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ചരിത്രം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ടായി. അമേരിക്കയുടെ പ്രസിഡൻ്റായ അബ്രഹാം ലിങ്കൺ ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ദരിദ്രനായിരുന്നു. ദാരിദ്ര്യത്തിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത്. അദ്ദേഹം പ്രസിഡൻ്റായതിനു ശേഷം ഒരു വലിയ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞു. സദസ്സിൽ നിന്നും ആളുകൾ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ഒരാൾ തൻ്റെ കാലിലണിഞ്ഞ ചെരുപ്പ് ഊരി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ചെരുപ്പ് അങ്ങയുടെ അച്ഛൻ്റെ സൃഷ്ടിയാണ്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു, പലർക്കും ചെരുപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത്രയും ആളുകളെ മുന്നിൽ വെച്ച് എബ്രഹാം ലിങ്കനെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി ചെറുതായി ഒന്ന് പരിഹസിച്ചതാണ്. പക്ഷേ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുക്കുകയാണ്. ശരിയാണ്, എൻ്റെ അച്ഛൻ വളരെ പാവപ്പെട്ടവനായിരുന്നു, ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. അദ്ദേഹം അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. എൻ്റെ അച്ഛനെ ആ ജോലി പിന്തുടരാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. അച്ഛൻ്റെ അത്ര അതിൽ പെർഫോമൻസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നു എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് തുന്നിത്തന്ന ചെരുപ്പാണത് എന്ന് നിങ്ങൾ പറയുന്നു. ആ ചെരുപ്പിനെ ഞാൻ ഒന്ന് ചുംബിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ കൂടിയിരുന്ന ജനാവലി മൊത്തം കയ്യടിക്കുകയാണ് ചെയ്തത്. നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പല പ്രസ്ഥാനത്തിൻ്റെയും പല ഭാഗങ്ങളിലും പല പദവികളും വഹിക്കുന്നവരായിരിക്കാം. നമ്മളെ പരിഹസിക്കാനും നമ്മളെ കുത്തിനോവിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടായി എന്ന് വരാം. പക്ഷേ അവരോട് നിങ്ങൾ ആരും വെറുപ്പ് വിചാരിക്കരുത്. അവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. ആ പുഞ്ചിരിയിൽ ഉണ്ടാവും അവർക്കുള്ള മറുപടി. ഗുഡ് ബൈ.